ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് റീസെൻ്റായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് കാരണം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാനായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറല്ലെന്നാണ് കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരാത്തത്. ഒരു കോമ്പറ്റീഷൻ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകളായിരിക്കാം ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും വേണോ, മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം സെൽഫിഷായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. കാരണം അവരുടെ സന്തോഷങ്ങൾക്കാണ് ആ ഒരു വ്യക്തി മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം അവരുടെ ഫ്രണ്ട്സിനായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിനായിരിക്കാം. എന്തായാലും അവരുടെ സന്തോഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ മാറി നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് അവരുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും നിങ്ങളെപ്പറ്റി തിരക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറി നിന്ന് ചേസ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. ഏതായാലും ഈ ഒരു വ്യക്തി വളരെയധികം സെൽഫിഷായിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ സന്തോഷങ്ങൾക്കാണ് ആ ഒരു വ്യക്തി മുൻതൂക്കം കൊടുക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കാം. ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ്. നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു വ്യക്തിക്ക്. പക്ഷെ ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് തുടരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഈഗോ ഉണ്ടായിരിക്കാം. അപ്പം ഈഗോയുടെ പേരിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും താഴ്ന്നു കൊടുക്കാത്ത ഒരവസ്ഥ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു കോമ്പറ്റീഷൻ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഏതായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൾറെഡി ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി അവർ മാറി നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ ആ ഒരു വ്യക്തി അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനിപ്പോൾ അവർക്ക് സാധ്യമല്ല. അവർ സ്റ്റക്കായിട്ട് തുടരുകയാണ്. ഒരു സെൽഫിഷായിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് ഈ ഒരു വ്യക്തി അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരൊരു ബൗണ്ടറീസിനുള്ളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ബൗണ്ടറീസ് ആയിരിക്കാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട സ്നേഹം നിങ്ങൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ലായിരിക്കാം. കാരണം ആ ഒരു വ്യക്തി അവരുടെ ഇമോഷൻസ് ആൻഡ് അവരുടെ സ്നേഹമെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് തന്നെ ആ ഒരു വ്യക്തി ഒരു പാസ്റ്റിൽ തന്നെ തുടരുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളതോ ആ ഒരു പ്രശ്നത്തിനിടയ്ക്കൽ പറഞ്ഞു പോയിട്ടുള്ളതോ ചെയ്തു പോയിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഓർക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി കുറച്ച് നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടൊരു ചേഞ്ച് വേണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ഏതായാലും ഉടനെ തന്നെ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം ആ ഒരു വ്യക്തി പാസ്റ്റിൻ്റെ വേദനകളെല്ലാം ഹീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തമ്മിലുണ്ടായ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അതിനെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എല്ലാം അവസാനിപ്പിക്കണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഈ ഒരു വ്യക്തി. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എൻഡ് ചെയ്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളെ ഈ ഒരു വ്യക്തി പരിഗണിച്ചിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ സന്തോഷങ്ങൾക്കാണ് ആ ഒരു വ്യക്തി മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലംസൊക്കെ ഉണ്ടായത്. നിങ്ങളെന്നുള്ള വ്യക്തിയെ ഒരു പരിഗണിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എല്ലാം എൻഡ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സമയം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് വളരെയധികം ദേഷ്യത്തിലാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്
നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് ഒരു കോംപ്രമൈസുമായി എത്തുമോ എന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ അവരുടെ ഫാമിലി തടസ്സമായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തതും. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ ചെല്ലട്ടെ, അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. കാരണം ഓൾറെഡി എൻഡായി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ നിങ്ങൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിനൊരു പ്രതീക്ഷയാണ് ആ ഒരു വ്യക്തി വെക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം കാര്യങ്ങൾക്കാണ് സന്തോഷം കൊടുക്കുന്നതെന്നും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളാണ് ലൈഫിൽ സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ ഉപദേശിച്ചു കൊടുത്താലും, അല്ലെ അങ്ങനെ ചെയ്യരുത്, ഈ വഴി പോവരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഗൈഡൻസ് കൊടുത്താലും ഈ ഒരു വ്യക്തിക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയുടെ ഇതുപോലത്തെ സ്വഭാവം കാരണം ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ഏതായാലും ഈ ഒരു വ്യക്തി വളരെയധികം ഇമ്മച്വറായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. നമ്മൾ എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത ചിലരില്ലേ, അതുപോലത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നും കൂടെ നോക്കട്ടെ. വേറൊരു ഡെക്ക് എടുക്കാം. ഏതായാലും ഇവരുടെ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷെ ഉടനെ ഒന്നും ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് തോന്നുന്നില്ല. കാരണം ആ ഒരു വ്യക്തി എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് ആ ഒരു വ്യക്തി വളരെയധികം സ്റ്റക്കാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എല്ലാം എൻഡ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. പക്ഷേ ഈ ഒരു വ്യക്തിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമോ എന്ന് എനിക്ക് ഇവിടെ തോന്നുന്നില്ല. കാരണം അതുപോലത്തെ എനർജിയാണ് കിട്ടിയത്. ആർക്കൊക്കെ ഇത് റെസണേറ്റ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കത്തില്ല. ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നും കൂടെ നോക്കട്ടെ. ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള കാരണം അവരുടെ ഫാമിലിയാണ്. അവരുടെ ഫാമിലിയുടെ പ്രഷറായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫാമിലിയോട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം ആ ഒരു പേഴ്സണ്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ആ ഒരു പേഴ്സൺ ഒളിച്ചോടാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്.
ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആരെയൊക്കെ ഭയക്കുന്നതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തടയുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, വളരെയധികം ഭയന്ന് ആണ് നിൽക്കുന്നത്. ആരെയൊക്കെ പേടിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നു. അഥവാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയെ പൂർണ്ണമായും ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുണ്ട്. മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അഥവാ മുന്നോട്ട് കൊണ്ടുപോയാലും ആ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു. എന്താണ് ഈ ഒരു അവസ്ഥയ്ക്കെല്ലാം ഒരു മാറ്റം വരണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം സ്റ്റക്കാണ്. ഇപ്പോൾ അവരുടെ ഫാമിലിയാണ് പ്രോബ്ലംസ് എങ്കിൽ ആ ഒരു ഫാമിലിയിൽ ആ ഒരു വ്യക്തി വളരെയധികം പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ട്രാപ്പായി നിൽക്കുന്ന അവസ്ഥ. അതായത് ആ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് അനങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലിയുടെ പ്രഷർ ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളോട് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് എനിക്ക് കിട്ടിയത്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് പോലും എനിക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതായത് ആ ഒരു വ്യക്തിക്ക് ഭയമുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അപ്പം നിങ്ങൾ വേണം ഇത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇനി നിൽക്കണോ, തുടർന്ന് പോയാൽ തനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ, ഞാൻ മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേണം ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു പേഴ്സൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു പേഴ്സൺ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെയധികം സ്റ്റക്കാണ്. അവിടെ നിന്ന് ആ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുകയില്ല. മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരെയൊക്കെ ഭയക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെന്നൊക്കെ അവരുടെ സോൾ മെസ്സേജിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ഈ ഒരു റീഡിങ് വന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവർക്കായിരിക്കില്ല ഇത് കൂടുതൽ റെസൊനേറ്റ് ആവുന്നത്. ചിലപ്പോൾ ഇത് സിംഗിളായിട്ടുള്ളവർക്കും റെസൊനേറ്റ് ആവും, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനെയുള്ളവർക്കും റെസൊനേറ്റ് ആവുന്നതാണ്. പക്ഷേ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഇത് റെസൊനേറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ മെസ്സേജസ് ആണ്. സിംഗിളായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ ഫാമിലി അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ. ഇനി അഥവാ മാരിറ്റൽ അഫേഴ്സിലുള്ളവർക്കാണെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം പ്രോബ്ലമായിട്ട് നിൽക്കുന്നത്. കാരണം അവരുടെ ഫാമിലി ഉപേക്ഷിച്ച് വരാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുകയില്ലല്ലോ. കാരണം അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പോൾ അതായിരിക്കും ആ ഒരു പേഴ്സണിൻ്റെ സോൾ മെസ്സേജ് ഇങ്ങനെ കിട്ടിയത്. അപ്പം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും, അതായത് ഈ ഒരു പേഴ്സൺ ഇനി വരില്ലേ എന്നൊക്കെയുള്ള, അതായത് നിങ്ങൾ കുറേ കാലമായിട്ടൊക്കെ വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. അതും ഏതെങ്കിലും നല്ലൊരു ടാരോ റീഡേഴ്സിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഏതായാലും ഇവിടെ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം ഇവിടെ വരുന്നത്. അപ്പം ചില മെസ്സേജ് ഒന്നും എല്ലാവർക്കും റെസൊനേറ്റ് ആകില്ല. റെസൊനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വരാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനാണ്. നമ്മൾ നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്ട് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആയിരിക്കാം വരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി അനുസരിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് എല്ലാം ഓർക്കുന്നുണ്ട്. അവർ മാറി നിന്ന് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഫീലിങ്സ്, അതായത് അവരുടെ സ്നേഹം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ബൗണ്ടറീസിനുള്ളിലാണ് നിൽക്കുന്നത്. കാരണം ഒരു ഫാമിലി ആയിരിക്കാം പ്രഷർ. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ.
അവർക്ക് ആഗ്രഹമുണ്ട് അവരുടെ നിങ്ങളുമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം എൻഡ് ചെയ്യിക്കണമെന്ന്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ സോൾ മെസ്സേജ് എല്ലാം നെഗറ്റീവായിട്ടുള്ള കാർഡ്സാണ് നമുക്കിവിടെ വന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഈ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കട്ടെ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ പൂർണ്ണമായും എൻഡായതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു പ്രോബ്ലംസ് ആയിരിക്കാം ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിഷമിക്കാനായിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡ് ആയതായിരിക്കാം. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന്. ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വളരെ ഇമോഷണലി വളരെയധികം വീക്കാണെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ ഇമോഷണലി വീക്കാവാതെ നിങ്ങൾ ലൈഫിൽ കുറച്ച് സീരിയസ് ആവുക, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയി മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ജീവിതം എന്ന് പറയുന്നത് എത്ര ദൂരം ഇനിയും മുന്നോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ തളർന്നു പോകേണ്ടവരല്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഊർജം സംഭരിക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയി മാറുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിനിയും എന്ത് പ്രോബ്ലംസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനും അതിനെയൊക്കെ അതിജീവിക്കാനും സാധിക്കുകയുള്ളൂ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡൂടെ നോക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഭയമുള്ളതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. കൺഫ്യൂഷൻ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിലായിരിക്കാം നിങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വർക്കാവുന്നില്ലെന്ന് തോന്നുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ വളരെ ചിന്തിച്ചതിന് ശേഷം വേണം ഈ ഒരു ഡിസിഷൻ എടുക്കാൻ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നുകിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ തളർത്തുന്ന ഓർമ്മകളിൽ നിന്നായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു ക്രോസ് റോഡിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നല്ല ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കൂടി കൺസിഡർ ചെയ്ത് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജീസ് ആയിരുന്നു ഇന്ന് എനിക്കിവിടെ വന്നത്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ട് ആരും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്നത് മാത്രം എടുക്കുക. ഇവിടുത്തെ എനർജീസും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും നിങ്ങളുടെ പേഴ്സണൽ സോൾ മെസ്സേജ് എല്ലാം ഒരു നെഗറ്റീവ് എനർജീസ് ആയിരുന്നു. എന്തായാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ തളർന്നിരിക്കേണ്ടവരല്ല. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്ത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കൂടെ കൺസിഡർ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
ഇപ്പോഴത്തെ സാഹചര്യം മാത്രം നോക്കി നിങ്ങളൊരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. സോൾമേറ്റ് കണക്ഷൻ, 1978, സെൻസിറ്റീവ്, മകയിരം, ബ്ലാക്ക് കളർ, മൺഡേ, ലെറ്റർ ഐ, ട്യൂസ്ഡേ, 53, ലെറ്റർ Z, 2001, നേച്ചർ, 1905, മ്യൂസിക്, നമ്പർ 6, തുലാം, അബ്രോഡ്, 36, 35, ലെറ്റർ D, 47, ലെറ്റർ T, ലെറ്റർ H, റോസ് ഫ്ലവർ, സോങ്സ്, 34, ചതയം, മൂവീസ്, നമ്പർ 7, കുംഭം, നമ്പർ 12, വെനസ്ഡേ, 1979, മിഥുനം, നമ്പർ 18, നമ്പർ 14, 1985, പിങ്ക് കളർ, അശ്വതി നക്ഷത്രം, 1975, ലെറ്റർ G, കോഴിക്കോട്, നമ്പർ 3, നമ്പർ 15, ഹെൽത്ത് ഇഷ്യൂസ്, ഉത്രം, പൂയം, ഉത്രാടം, നമ്പർ 9, മെറൂൺ, ലെറ്റർ K, വയനാട്, ജൂൺ, പത്തനംതിട്ട, L, വയലറ്റ്, ഉത്രട്ടാതി, 1981, 17, ഓഗസ്റ്റ്, നമ്പർ 33, ഓറഞ്ച് കളർ, ട്രിവാൻഡ്രം, തൃക്കേട്ട, കാസർഗോഡ്, നമ്പർ 25, ലെറ്റർ 11, അബുദാബി, കർക്കിടകം, 27, 1996, ഗാർഡനിങ്, നമ്പർ 44, മെഡിക്കൽ ഫീൽഡ്, 1993, ലെറ്റർ S, ലോങ് നെയിൽ, 57, തൃശ്ശൂർ, ലെറ്റർ A, കന്നിമന്ത്, അനിഴം നക്ഷത്രം, 2000. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ആരെങ്കിലുമൊക്കെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.